പരിണയം ആരോഹിയും സിദ്ധുവും ഒരുമിച്ചുള്ള ചിത്രങ്ങളായിരുന്നു. 3-4 ഫോട്ടോകളുണ്ടായിരുന്നു. അക്ഷിത അതെല്ലാം സൂം ചെയ്ത് നോക്കി. പലതിലും ചിരിയോടെ നിൽക്കുന്ന ആരോഹിയെയും സിദ്ധാർത്ഥനെയും ഒക്കെ കാണാം. അക്ഷിതിന് വല്ലായ്മ തോന്നിപ്പോയി. അത്ര നേരവും തന്നെ നിറഞ്ഞു നിന്ന സന്തോഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വിട്ടകന്നു പോയതുപോലെ ഒരു തോന്നൽ അവനിൽ പടർന്നു. ഒരു വേള അവൻ ചിന്തിച്ചു, ആരോഹിനി സിദ്ധാർത്ഥനോട് യേസ് പറഞ്ഞു കാണുമോന്ന്. പിന്നെ തലകുലുക്കിക്കൊണ്ട് തൻ്റെ ഉള്ളിലെ ചോദ്യങ്ങളെയും ചിന്തകളെയും ഒരു കയ്യകലത്തിൽ നിർത്തി ഫോൺ കട്ട് ചെയ്ത് ബെഡിലേക്കിട്ട് മടുപ്പോടെ ബെഡിലേക്ക് ഇരുന്നു അവൻ. അതേസമയം രാത്രി ഭക്ഷണം കഴിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു മറ്റുള്ളവരെല്ലാം. ഊർമിള അക്ഷതിനു വേണ്ടിയുള്ള പ്ലേറ്റ് എടുത്ത് ടേബിളിലേക്ക് വെച്ചു. സാധാരണ 8 മണിയാകുമ്പോൾ താഴേക്ക് ഇറങ്ങി വരാറുള്ളവനാണ്. ഒരിക്കൽ പോലും അവനെ അങ്ങോട്ട് പോയി വിളിക്കേണ്ടതായി വന്നിട്ടില്ല. ഇനി അഥവാ അവൻ ആ സമയത്ത് എന്തെങ്കിലും മീറ്റിങ്ങോ മറ്റോ ഉണ്ടാകുമെങ്കിൽ മുൻകൂട്ടി പറയുകയും ചെയ്യും. ഇതിപ്പോ പെട്ടെന്ന് എന്തു പറ്റി? ഊർമിള മനസ്സിലോർത്തുകൊണ്ട് നേരെ നോക്കിയത് അല്ലിയുടെ മുഖത്തേക്കാണ്. അല്ലി, പോയി ഏട്ടനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് വാ. അല്ലിക്ക് തൊട്ടടുത്ത് തന്നെ അനന്യുണ്ട്. ഒറ്റ നടുക്കത്തെ ചേറിൽ ആനന്ദും. അവർക്കാർക്കും പ്രത്യേകിച്ച് അസ്വാഭാവികതയൊന്നും തന്നെ തോന്നിയില്ല. എന്നാൽ അനന്യയുടെ മുഖത്ത് മറ്റാരും കാണാതെ ഒളിപ്പിച്ചു വെച്ചൊരു ക്രൂരമായ ചിരിയുണ്ടായിരുന്നു. അക്ഷിത് ഡൈനിങ് ഹാളിലേക്ക് വരുന്ന രംഗം അവൾ മനസ്സിലോർത്തു. മുകളിലേക്ക് കയറിപ്പോയ അല്ലി അക്ഷയുടെ റൂമിൽ 3-4 പ്രാവശ്യം തട്ടിയ ശേഷമാണ് അവൻ വന്ന് വാതിൽ തുറന്നത്. ഏട്ടാ, ആഹാരം കഴിക്കാൻ അമ്മ വിളിക്കുന്നു. അവൾ പറഞ്ഞതും അക്ഷി അത്ര താല്പര്യമില്ലായ്മയോടെ ഒന്ന് മൂളി. അല്ലി, മോൾ അമ്മയോട് പറ, ഇന്ന് ഏട്ടന് ഭക്ഷണം വേണ്ടെന്ന്. വല്ലാത്ത തലവേദന, ഒന്ന് കിടക്കണം. ബാമെന്തേലും എടുത്തു വേണോ ഏട്ടാ? കരുതലോടെയുള്ള അല്ലിയുടെ ചോദ്യം. ഏയ്, ഒന്നും വേണ്ട, ഉറങ്ങി എഴുന്നേറ്റാ മാറിക്കോളും. അല്ലി തലകുലുക്കിക്കൊണ്ട് താഴേക്ക് നടന്നതിന് പിന്നാലെ അക്ഷിത് വാതിൽ ചേർത്തടച്ചു. താഴേക്ക് തനിയെ നടന്നു വരുന്ന അല്ലിയെ സംശയത്തോടെ നോക്കി ഊർമിള. എന്തു പറ്റി അല്ലി? അക്ഷിക്ക് എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടോ? അവരെടുത്ത് ചോദിച്ചു. ഇല്ലമ്മേ, ഏട്ടന് നല്ല തലവേദനയുണ്ട്, അതുകൊണ്ട് ആഹാരം വേണ്ടെന്ന് പറഞ്ഞു. അല്ലിയുടെ വായിൽ നിന്ന് വീണ വാക്കുകൾ കേട്ട് അനന്യയിലൊരു ചിരി വിരിഞ്ഞു. അപ്പോൾ തങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആരോഹിയുമായി പ്രണയത്തിലാണ് അക്ഷിത്. അല്ലെങ്കിൽ പിന്നെ സിദ്ധാർത്ഥമൊത്തുള്ള ആരോഹിയുടെ ഫോട്ടോകൾ കണ്ടപ്പോൾ അവൻ ഇത്രയും ഡെസ്പാകേണ്ട കാര്യമില്ലല്ലോ. പെട്ടെന്ന് തന്നെ അനന്യ ഭക്ഷണം കഴിച്ച് എണീറ്റു. ഊർമിള ഒരു സംശയത്തോടെ അവളുടെ പ്രവൃത്തികളെ നോക്കിക്കണ്ടു. നീ എന്തായാലും ഇത്രയും വേഗം എഴുന്നേറ്റത്? മുഴുവൻ ആഹാരം കഴിച്ചിട്ട് പോ. മതിയമ്മേ, എനിക്ക് വിശപ്പില്ല. അതും പറഞ്ഞുകൊണ്ട് ധൃതിയിൽ കൈ കഴുകി അവൾ റൂമിലേക്ക് പോയി. ശേഷം പെട്ടെന്ന് ഫോണെടുത്ത് പ്രിയങ്കയെ വിളിച്ചു. പ്രിയെ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ഫോട്ടോ കൃത്യമായിട്ട് കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്. ഇന്നേട്ടൻ ആഹാരം പോലും കഴിക്കാൻ താഴേക്ക് വന്നില്ല. അനന്യയുടെ വായിൽ നിന്ന് കേട്ടറിഞ്ഞ വാക്കുകൾ പ്രിയങ്കയിൽ ഒരു നടുക്കം സൃഷ്ടിച്ചെങ്കിലും അവൾക്ക് നല്ല ധാരണയുണ്ടായിരുന്നു എങ്ങനെ ആരോഗ്യ അക്ഷയും തമ്മിൽ അകറ്റണമെന്ന്. നമ്മളെ കളി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അനു. ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഒരുപാട് രാത്രികളിൽ നിന്റെ ഏട്ടൻ ഇതുപോലെ ആഹാരമില്ലാതെ ഉറക്കമില്ലാതെ നടക്കും. അയാളെ എങ്ങനെ എൻ്റെ വഴിക്ക് കൊണ്ടുവരണമെന്ന് എനിക്കറിയാം, പ്രിയ കുടിലതയോടെ പറഞ്ഞു. അതിനു മറുപടിയായി അനന്യയും ഒന്നും മൂളി. അതേസമയം റൂമില് തലങ്ങും വിലങ്ങും നടക്കുകയായിരുന്നു അക്ഷി. ഒരു വേള ആരോഗ്യ വിളിച്ച് കാര്യം ചോദിച്ചാലോ എന്ന് പോലും അവൻ ചിന്തിച്ചു. പിന്നെ അതൊന്നും മര്യാദയല്ലല്ലോ എന്ന് കരുതിയാണ് അവൻ തൽക്കാലം ആ രാത്രിയിൽ കിടന്നുറങ്ങാൻ തന്നെ തീരുമാനിച്ചത്. നാളെ എന്തായാലും ആരോഗ്യ ഓഫീസിൽ വരുമല്ലോ. അപ്പോൾ അവളോട് നേരിട്ട് തന്നെ ചോദിച്ചറിഞ്ഞ് ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം. അക്ഷയ ആലോചനയോടെ അതും ഓർത്തുകൊണ്ട് ബെഡിലേക്കിരുന്നു. അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളുടെ റൂമിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുകയായിരുന്നു ആരോഹി. മറ്റൊന്നും കൊണ്ടല്ല, സിദ്ധാർത്ഥനെ നേരിൽ കണ്ട് തന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആരോഹിക്ക് വല്ലാത്ത ആശ്വാസം തോന്നിയിരുന്നു. അതോടൊപ്പം തന്നെ ഇനി ഒരിക്കലും സിദ്ധാർത്ഥ ഒരു കരടായിട്ട് തന്റെ ജീവിതത്തിലോ തനിക്ക് പിന്നാലെയോ വരില്ലെന്ന് ആത്മവിശ്വാസവും. ആ രാത്രി നേരം പുലർന്ന് എണീറ്റപ്പോൾ അവൾ ഒരിക്കലും കരുതിയില്ല താൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളാവും ഇന്ന് തന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന്. എന്നത്തേക്കാളും ഏറെ ഉത്സാഹമായിരുന്നു ആരോഹിക്കാൻ ഓഫീസിൽ പോകാൻ.
അവൾ നേരത്തെ തന്നെ റെഡിയായി താഴേക്ക് ഇറങ്ങി വന്നു. പതിവിലും കൂടുതൽ തെളിമയോടെ ചിരിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്ന അവളെ ഒരു പുഞ്ചിരിയോടെ തന്നെയാണ് വസുധ കണ്ടത്. വസുധയോട് പക്ഷേ ഇന്നലെ സിദ്ധാർത്ഥുമായി ഉണ്ടായ കാര്യങ്ങളെപ്പറ്റി ആരോഹി യാതൊന്നും പറഞ്ഞില്ല. എന്തോ അതിൻ്റെ ആവശ്യം ഇനിയുണ്ടെന്ന് അവൾക്ക് തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. ആ, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. ആരോഹിയെ കണ്ടതും വസുധ അവൾക്ക് അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അതിനു മറുപടിയായി ഒന്ന് ചിരിച്ചു ആരോഹി. വസുധ കയ്യിലേക്ക് കൊടുത്ത ലഞ്ച് ബോക്സും ബാഗിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് ആരോഹി പോകാൻ തയ്യാറായി ഇറങ്ങി. പതിവിന് വിപരീതമായിട്ട് അന്ന് സ്കൂട്ടിയിലാണ് അവൾ ഓഫീസിലേക്ക് പോയത്. മോളെ, സ്കൂട്ടി എടുക്കണോ? വൈകിട്ടെങ്ങാനും മഴ പെയ്താൽ നീ എന്തു ചെയ്യും? വസുധ ആവലാതിയോട് ചോദിച്ചു. ഇതിപ്പോ നല്ല വെയിലല്ലേ അമ്മേ, ഇന്ന് മഴ പെയ്യില്ലായിരിക്കും. പുറത്ത് തെളിഞ്ഞു കണ്ട അന്തരീക്ഷത്തിലേക്ക് നോക്കിക്കൊണ്ട് ആരോഹി പറഞ്ഞു. പിന്നെ വസുധയൊന്നും പറയാൻ നിന്നില്ല. ആരോഹിയുടെ സ്കൂട്ടി ഗേറ്റ് കടന്നു പോയതും വസുധ തിരികെ അകത്തേക്ക് കയറി. ആരോഹി ചെല്ലുമ്പോൾ അക്ഷയ് ക്യാബിനിലുണ്ട്. ഗുഡ് മോർണിംഗ് സർ. അവനെ നോക്കി നിറഞ്ഞ ചിരിയോടെ അവളത് പറഞ്ഞപ്പോൾ രൂക്ഷമായ ഒരു നോട്ടമായിരുന്നു അവന്റെ ഭാഗത്തു നിന്നും അവൾക്ക് ലഭിച്ച മറുപടി. അവന്റെ ആ നോട്ടത്തിന്റെ അർത്ഥം പോലും മനസ്സിലാവാതെ ആരോഹി ഒരു വല്ലായ്മയോടെ അവളുടെ സീറ്റിലിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതലുള്ള സന്തോഷം മുഴുവനും ഇല്ലാതായി പോയതുപോലെ അവൾക്ക് തോന്നി. ആരോഹി, എൻ്റെ പ്രൈവറ്റ് റൂമിൻ്റെ അകത്തൊരു കവറുണ്ട്. അക്ഷിത് പറഞ്ഞതും ആരോഹി കാര്യം മനസ്സിലാവാതെ അവനെ നോക്കി. പോയതെടുത്തോളൂ. അവനെ നോക്കി ചെറുങ്ങനെ ഒന്ന് തലകുലുക്കിക്കൊണ്ടവൾ അക്ഷിതിൻ്റെ പ്രൈവറ്റ് റൂം തുറന്ന് അകത്തേക്ക് കയറി. അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത് അന്ന് വാങ്ങിയ സാരിയെപ്പറ്റി. വീട്ടിൽ ചെന്നപ്പോൾ അതേപ്പറ്റി ചിന്തിച്ചെങ്കിലും പിന്നീടുള്ള 2 ദിവസങ്ങൾ തൻ്റെ ജീവിതത്തിൽ താൻ പോലും പ്രതീക്ഷിക്കാത്ത അത്ര സമ്മർദ്ദത്തിലൂടെയായിരുന്നു താൻ കടന്നുപോയത്. അതുകൊണ്ട് തന്നെ ഈ കാര്യമൊക്കെ മറന്നേ പോയി. അവൾ സന്തോഷത്തോടെ സാരി അടങ്ങിയ ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അക്ഷിത് അവളെ രൂക്ഷമായി നോക്കി. സാർ ഓക്കെ അല്ലേ? ആരോഗ്യ അക്ഷിതിനെ നോക്കി ചോദിച്ചു. അല്ലാന്ന് അലറുന്നത് പോലെ അക്ഷിത് പറഞ്ഞു. അവന്റെ ശബ്ദം ആ ക്യാബിനെ മുഴുങ്ങിയത് ആരോഗ്യം ഒന്ന് ഭയന്നു പോയിരുന്നു. സീറ്റിലിരുന്നവൻ കാറ്റുപോലെ അവൾക്ക് അടുത്തേക്ക് പാഞ്ഞു വന്നു. പ്രൈവറ്റ് റൂമിന്റെ വാതിക്കൽ നിന്ന് അവളെ ഒറ്റ വലിക്ക് റൂമിനകത്തേക്ക് കയറ്റിക്കൊണ്ട് വാതിൽ ചവിട്ടിയടിച്ച് അവളെ ചുവരിലേക്ക് ചേർത്ത് നിർത്തി. പെട്ടെന്നുണ്ടായ അക്ഷിതിന്റെ ആ പെരുമാറ്റത്തിൽ ആരോഗ്യം അല്പം ഭയന്നു പോയിരുന്നു. പെട്ടെന്ന് തന്നെ മനസാന്നിധ്യം വീണ്ടെടുത്തുകൊണ്ട് അവൾ അക്ഷിതിന്റെ മുഖത്തേക്ക് കടുപ്പത്തോടെ നോക്കി. ഒപ്പം തന്റെ ഇടുപ്പിൽ അമർന്നിരിക്കുന്ന അവന്റെ കൈകൾ ശക്തിയായിട്ട് തന്നെ നിന്ന് അടർത്തി മാറ്റാനും ശ്രമിച്ചു. അവിടെ ആ പ്രവൃത്തി അവന്റെ ദേഷ്യം വർദ്ധിപ്പിച്ചു. കുറച്ചുകൂടി മുറുക്കത്തോടെ അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിലേക്ക് തന്നെ പതിഞ്ഞു. അക്ഷിതിന്റെ നോട്ടം ആരോഹിയുടെ മുഖത്ത് മാത്രമായി. അവളുടെ ഇടുപ്പിൽ പിടിച്ചിരുന്ന അവന്റെ പെരുവിരല് അവിടെ പതിയൊന്ന് അമർന്നതും ആരോഹി എരിവ് വലിച്ചുകൊണ്ട് കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചു തുറന്നു. എന്താ സാറിന്റെ ഉദ്ദേശം? അതീവ ദേഷ്യത്തോടെയാണ് ആരോഹി ചോദിച്ചത്. എന്താ എന്റെ ഉദ്ദേശം പറഞ്ഞാൽ നടത്തി തരുമോ നീ? എപ്പോഴും വളരെ ഫോർമലായി മാത്രം സംസാരിച്ചിരുന്ന അക്ഷിതിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു സംസാരവും പെരുമാറ്റവും ഒന്നും ആരോഗ്യം ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ വിശ്വാസം വരാത്തതുപോലെ അവന്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ? അക്ഷിത് അവൾക്കടുത്തേക്ക് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് ചോദിച്ചത്. ആരോഗ്യ ഒരു ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് വീണ്ടും നോക്കി. സാർ കൈവിട്ടേ, എനിക്ക് പോണം. അവൾ അവന്റെ കൈ തട്ടി മാറ്റാൻ ശ്രമിച്ചതും അക്ഷിത് ഒരു നോട്ടം കൊണ്ട് അവളെ അവിടെ തന്നെ നിർത്തി. നീ ഇപ്പൊ എവിടേക്കും പോകുന്നില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. അത് ഞാൻ സംസാരിച്ചു കഴിഞ്ഞ ശേഷമേ നീ ഇവിടുന്ന് പോകൂ. അക്ഷിത് അധികാരത്തോടെ പറഞ്ഞതും ആരോഹി നിസ്സഹായ അവസ്ഥയിൽ അവന്റെ നേർക്ക് നോക്കി. ആ സിദ്ധാർത്ഥ നീയുമായിട്ട് എന്താ ബന്ധം? അക്ഷിത് അത് ചോദിച്ചതും ആരോഹി അവന്റെ മുഖത്തേക്ക് തന്നെ കണ്ണു നട്ട് നിന്നതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. നോക്കാരോഹി, എന്റെ ക്ഷമയെ പരീക്ഷിക്കാതെ മര്യാദയ്ക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരണ്ട. അക്ഷിതിന്റെ ശബ്ദം വീണ്ടും ഉയർന്നു. ഞങ്ങൾ തമ്മിൽ എന്ത് ബന്ധമുണ്ടെങ്കിലും അതൊക്കെ ഞാൻ സാറിനോട് പറയേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ എൻ്റെ പേഴ്സണലായ കാര്യങ്ങളല്ലേ. ഇതുപോലെ സാറിൻ്റെ പേഴ്സണൽ മാറ്റേഴ്സിൽ ഞാൻ ഇടപെടാൻ വരാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു പ്രൈവസി തിരിച്ച് ഞാനും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആരോഹി പറഞ്ഞത്
കേട്ടപ്പോൾ അക്ഷിത് ദേഷ്യത്തോടെ അവന്റെ മുഷ്ടി ചുരുട്ടി. അവനെ കടന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങിയ ആരോഹി തന്റെ ദേഹത്തേക്ക് വലിച്ചടുപ്പിച്ചു. നീ നീ എൻ്റെ ആരോഹി. ഒരു സിദ്ധാർത്ഥിനും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. അവളുടെ കാതിൽ മുരളുന്നതുപോലെ അത് പറഞ്ഞുകൊണ്ട് അവളെ തള്ളി മാറ്റി അക്ഷിത് പ്രൈവറ്റ് റൂമിൽ നിന്നും ദേഷ്യത്തോടെ ഇറങ്ങി പുറത്തേക്ക് പോയപ്പോൾ ആരോഹി എന്തോ ഒരു തരിപ്പ് ബാധിച്ചതുപോലെ ആ നിൽപ്പ് നിന്നു. കുറച്ചധികം സമയം വേണ്ടിവന്നവൾക്ക് അക്ഷിത് പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം ഗ്രഹിച്ചെടുക്കുവാൻ. അവൾ വല്ലായ്മയോടെ അവൻ പോയ വഴിയെ നോക്കി നിന്നു. പിന്നെ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ പ്രൈവറ്റ് റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നതും അക്ഷിതിന്റെ ഫോണും ലാപ്പും ഒന്നും ക്യാബിനിൽ ഉണ്ടായിരുന്നില്ല. ആരോഹി അവളുടെ സീറ്റിലേക്ക് പോയിരുന്നു. അവൾക്ക് വല്ലാത്ത പരവേശമൊക്കെ തോന്നുന്നുണ്ട്. ആരോഹിയോട് അത്രയും പറഞ്ഞുകൊണ്ട് അക്ഷിത് നേരെ പോയത് അവന്റെ വീട്ടിലേക്കായിരുന്നില്ല. ഏകദേശം അവന്റെ ഓഫീസിൽ നിന്നും അരമണിക്കൂറോളം യാത്ര ചെയ്ത് അവന്റെ കാറ് നഗരത്തിന്റെ ഏറ്റവും ആഡംബരമുള്ള ഭാഗങ്ങളിൽ ഒന്നിലേക്ക് പ്രവേശിച്ചു. വലിയ ഗേറ്റും ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെയുള്ള റെസിഡൻഷ്യൽ ടവറുകൾ നിരനിരയായി നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു അത്. അതിലെ ഏറ്റവും ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഏകദേശം 15ഓളം നിലകളുള്ള ഒരു ഫ്ളാറ്റിന് മുന്നിൽ കൂടി കടന്ന് അവന്റെ കാറ് പാർക്കിംഗ് ഏരിയ ലക്ഷ്യമാക്കി പാഞ്ഞു. പാർക്കിങ്ങിൽ കാറിട്ട ശേഷം നേരെ ലിഫ്റ്റ് ലോബിയിലേക്ക് നടന്നു അവൻ. മാർബിൾ ഫ്ലോറിങ്ങും വില കൂടിയ ലൈറ്റുകളും കൊണ്ട് അലങ്കരിച്ച ആ ലോബി ഒരു 7 സ്റ്റാർ ഹോട്ടലിന്റെ സ്വീകരണ മുറിയായി അനുസ്മരിപ്പിക്കുന്ന വിധമുള്ളതാണ്. ലിഫ്റ്റിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അക്ഷിത് ശേഷം 12ാം നിലയുടെ ബട്ടൺ പ്രസ് ചെയ്തു. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ ലിഫ്റ്റ് 12ാം നിലയിലെത്തി. ആധുനിക ഡിസൈനുകളുള്ള ലൈറ്റുകളും വുഡൻ ഷെൽഫുകളും ഒക്കെ നിറഞ്ഞ വിശാലമായ ലിവിംഗ് റൂം കടന്ന് അകത്തേക്ക് കയറിയതു. കയ്യിലിരുന്ന ലാപ്ടോപ്പും ബാഗും കോട്ടും എല്ലാം അവൻ സോഫയിലേക്ക് ഇട്ടുകൊണ്ട് നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോയി. മൊത്തം 3 ബെഡ്റൂമുള്ള അക്ഷയുടെ ഒരു ആഡംബര അപ്പാർട്ട്മെന്റ് ആയിരുന്നു അത്. ഇടയ്ക്കൊക്കെ മാത്രമാണ് അവൻ അവിടേക്ക് പോകുന്നത്. അല്പം മുൻപ് സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ അക്ഷി നേരെ ബെഡിലേക്ക് വീണു. തലേന്ന് രാത്രി ഉറങ്ങാതെ ഇരുന്നതിന്റെ ക്ഷീണം ആവോളം ഉണ്ടായിരുന്നു അവന്. ബെഡിലേക്ക് വീണ പാടെ തന്നെ അവന്റെ കണ്ണുകൾ അടഞ്ഞുപോയി. നേർത്ത മയക്കം മിഴികളെ പൊതിഞ്ഞതും അവൻ പതിയെ പതിയെ ഗാഠമായ നിദ്രയിലേക്ക് ആഴ്ന്നിറങ്ങി. അതേസമയം പെണ്ണൊരുത്തി ഓഫീസിൽ ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മനസ്സ് വിഷമിച്ചിരിക്കുകയാണ്. എങ്ങനെയൊക്കെയോ അവൾ ഒരുവിധം വൈകുന്നേരം വരെ ഓഫീസിൽ തള്ളി നീക്കി. ശേഷം തിരികെ പോകാൻ സമയമായപ്പോൾ പഞ്ച് ചെയ്തിറങ്ങി. സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം യാതൊരുവിധ വർക്കുകളും അവളുടെ ഭാഗത്തു നിന്നും നടന്നിരുന്നില്ല. പഞ്ച് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് 6 തളിച്ചു വീഴുന്ന മഴ അവൾ കണ്ടത്. ഈ മഴ ഇപ്പോഴൊന്നും തോരും തോന്നില്ല മനസ്സിൽ പറഞ്ഞുകൊണ്ട് നേരെ സ്കൂട്ടിക്ക് അടുത്തേക്ക് ചെന്നു. റെയിൻകോട്ടൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഹാൻഡ് ബാഗ് കൂടി വണ്ടിക്കകത്തേക്ക് വെച്ചുകൊണ്ട് ശേഷം മുടിയൊതുക്കി കെട്ടിവെച്ചുകൊണ്ട് സാരിത്തും പൊടുത്ത് എളിയിലേക്ക് കുത്തി തുള്ളിക്കൊരു കുടം കണക്കെ പെയ്യുന്ന മഴയിലേക്ക് വണ്ടിയുമായി ചെന്നിറങ്ങി. മുഖത്തേക്ക് പതിക്കുന്ന മഴത്തുള്ളികളെയും വീശിയടിക്കുന്ന കാറ്റിനെയും ഒന്നിനെയും വകവയ്ക്കാതെ ആരോഗ്യ വണ്ടി ഓടിച്ച് മുറ്റത്തേക്ക് ചെന്നിറങ്ങുമ്പോൾ പതിവ് പോലെ അവളെ കാത്ത് വഴിക്കണ്ണുമായി വസുതയുണ്ടായിരുന്നു. നനഞ്ഞു കുളിച്ച് വണ്ടിയിൽ നിന്നിറങ്ങിയ ആരോഗ്യയെ വല്ലാത്തൊരു വെപ്രാളത്തോടെ വസുത നോക്കി. അവളുടെ ആ നിൽപ്പിൽ തന്നെ വസുതയ്ക്ക് മനസ്സിലായി ആരോഗ്യം മുഴുവനും നനഞ്ഞിട്ടാണ് വന്നതെന്ന്. എന്തു പണി ആരോഗ്യം നീ കാണിച്ചേ? മഴയാണെങ്കിൽ നിനക്ക് വല്ല ടാക്സി വിളിച്ച് വന്നൂടായിരുന്നോ? അതല്ലെങ്കിൽ ബസ്സിലെങ്കിലും വരാറുന്നില്ലേ? ഈ മഴ മുഴുവനും നനഞ്ഞു വരേണ്ട ആവശ്യമുണ്ടോ? വസുത അവളെ ശാസിച്ചു. അവരോട് എന്തു പറയണമെന്നറിയാതെ അവൾ നേരെ അകത്തേക്ക് നടന്നു. തുടരും. അടുത്ത പാട്ട് വൈകിട്ടിടാവേ.